സിദ്ധു അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ. അളിയന്റെ മുഖത്ത് തെളിഞ്ഞ നൊസ്റ്റാൾജിയ ശ്രദ്ധിച്ചാൽ പിന്നെ 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 കൊറേ പേരെ ക്രഷ് ആയിരുന്നേ അന്നത്തെ കാലത്ത്. ടീച്ചറിന്റെയും പണ്ടത്തെ ക്രഷ് എപ്പോഴും മനസ്സിൽ കിടവുണ്ടാവും. ഉപ്പും മുളകും ഇന്ന് വൈകുന്നേരം 6:30 ഫ്ലവേ. ഈടായിട്ട് സിദ്ധുവിന് നല്ല 8 പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ട് ഹൊറർ നമ്മുടെ ഓജോ ബോർഡ് പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷേ ഈ എപ്പിസോഡിൽ പുതിയൊരു ക്യാരക്ടറിനെ ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അനാർക്കലി എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ കൂടെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞ ടീച്ചറിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും സംഭവം അടുത്ത സിദ്ധുവിനൊരു പണിയായിട്ടാണ് വന്നേക്കുന്നത്. ലച്ചു നല്ല രീതിയിൽ ലച്ചുവിന് പോസിറ്റീവ്നെസ് അടിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ലച്ചു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ലച്ചുവിൻ്റെ ഇങ്ങനെ ഒരു പോസിറ്റീവ് എപ്പിസോഡ് വരുന്നത്. എന്തായാലും അവസാനം ഒരു ക്യൂട്ട് റൊമാൻറ്റിക് ഒരു പരിപാടിയിലേക്ക് തന്നെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു റൊമാൻസ് നമുക്കൊന്നുകൂടി ഒന്ന് കാണാനുള്ള ഒരു അവസരമായിട്ട് ഒരു പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. എന്തായാലും രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പിസോഡുകൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം ലച്ചു സിദ്ധുവിൻ്റെ ആ ഒരു റൊമാൻസോ അല്ലെങ്കിൽ നമ്മൾ ഹൊററൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അങ്ങനത്തെ എപ്പിസോഡുകൾ വേണമെങ്കിൽ എപ്പിസോഡിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇനിയും പറയാം. കാരണം അവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ശിവാനി തിരിച്ചു വന്നിട്ടുണ്ട്. കേശു